Welcome to Triple Profit Analytics weekly stock market view dated 31st January. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 2nd February മുതൽ 6th February വരെയുള്ള വീക്കാണ്. എന്തായാലും നാളെ നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് വരുന്നതുകൊണ്ട് നമുക്കൊരു സൺഡേയിൽ വർക്കിംഗ് ഡേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് നമ്മൾ സൺഡേ അടക്കം എടുത്താൽ 6 വർക്കിംഗ് ഡേയ്സ് അടുത്ത ആഴ്ചയിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം നാളത്തെ ഒരു ബഡ്ജറ്റ് ഡേ ഒരുപക്ഷെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരാഴ്ചയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ബഡ്ജറ്റ് ഡേ എന്ന് പറഞ്ഞാൽ കുറേ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാകുമെങ്കിലും അന്ന് ആക്ച്വലി കാര്യമായിട്ട് ഒരു ബഡ്ജറ്റിനെ മുഴുവനായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം ഒരു മാർക്കറ്റ് അവേഴ്സിൽ ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വൊളാറ്റിലിറ്റി ഉണ്ടാകുമെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ 1-2 ആഴ്ചയൊക്കെ എടുക്കും പലപ്പോഴും മാർക്കറ്റിന് കൃത്യമായിട്ടും ഈ ബഡ്ജറ്റിനോട് റിയാക്ട് ചെയ്യാനായിട്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റ് മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുള്ള അത് ആക്ച്വലി എടുത്ത് കളയേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്കറിയാം STT എന്നുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്നുള്ള ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് പകരമാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമുക്കറിയാം STT ഇംപ്ലിമെൻറ്റ് ചെയ്തത് ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ഗവൺമെൻറ്റിന് ഒരു വർഷം കാത്തിരിക്കാതെ തന്നെ എല്ലാ മാസവും ഈ STT എന്നുള്ള ഇൻകം ഓരോ ട്രാൻസാക്ഷനും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിലും സെല്ല് ചെയ്യുകയാണെങ്കിലും ലഭിക്കുന്നതുകൊണ്ട് തന്നെ STT എന്നുള്ളത് ഒരു നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഒരു ഡബിൾ ടാക്സേഷൻ എഫക്റ്റാണ്. നമ്മൾ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ ടാക്സേഷൻ എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വർഷം വളരെ കുറവ് പ്രോഫിറ്റ് മാത്രമേ മിക്ക ഇൻവെസ്റ്റേഴ്സിനും ഉള്ളൂ. കാരണം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു നമുക്കറിയാം. പ്രത്യേകിച്ചും നമുക്ക് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കുറേയധികം പലപ്പോഴുള്ള ഈ താരിഫ് 6 മൂലം പലപ്പോഴും മാർക്കറ്റിൽ വളരെ വോളാറ്റിലായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മേലെ 50% താരിഫ് ചുമത്തിക്കൊണ്ടുള്ള ഡിസിഷനൊക്കെ പല അൺസർട്ടനിറ്റി മാർക്കറ്റിനുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ യൂറോപ്യൻ യൂണിയനായിട്ട് ഇന്ത്യ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്തത് എന്തായാലും ഈ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമാണ് തരിക എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഈവൻ US തന്നെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ന്യൂസ് US ബിസിനസ് ഇന്ത്യക്ക് എത്ര നഷ്ടപ്പെട്ടു അതിലൊക്കെ ഇരട്ടിയിലധികം ബിസിനസ്സാണ് ഇന്ത്യക്ക് യൂറോപ്പുമായിട്ട് ചെയ്യാനുള്ള അവസരം ഈ ട്രേഡ് ഡീൽ കൊണ്ട് വരുന്നത്. അപ്പോൾ US-ഉമായിട്ടുള്ള ആ ഒരു താരിഫ് വാറിൽ ആക്ച്വലി ഇപ്പോഴത്തെ ഈ ഡിസിഷൻസ് ഇപ്പോഴത്തെ ഈ എഗ്രിമെൻറ്റോട് കൂടി ഇന്ത്യയാണ് വിജയിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡോളറിനെ കുറേയധികം ഡോളറിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഗോൾഡിലേക്ക് മൂവ് ചെയ്യുന്നതും അതുപോലെയുള്ള കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗോൾഡിൻ്റെ അതുപോലെ മറ്റു മെറ്റൽസ് സിൽവറും ഒക്കെ മുകളിലേക്ക് പോകുന്നതുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഫ്രൈഡേയിൽ കാണുകയുണ്ടായി കുറേ ഹയർ ലെവലിൽ മുകളിലെത്തിയതിന് ശേഷം ഗോൾഡിൻ്റെ പ്രൈസ് വലിയ രീതിയിലൊക്കെ ക്രാഷ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗ്ലോബലായിട്ട് നടക്കുന്ന കുറേയധികം അൺസർട്ടനിറ്റീസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡുകളാണ്. കുറേ സ്പെക്കുലേറ്റീവ് ട്രേഡ്സും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറേയധികം ഗ്ലോബലി US-ൽ നിന്നും ഒരു മൾട്ടിപോളർ വേൾഡിലേക്ക് ഗ്ലോബൽ ട്രേഡുകളും അതുപോലെ തന്നെ മറ്റുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പവേഴ്സും ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാകാമെന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇന്ത്യ കുറേയധികം കൺട്രീസായിട്ട് ഇപ്പോൾ തന്നെ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തതും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസുകളോടുകൂടി ചാർട്ടാണ്.
ഞാനീ പറയുന്നത് എന്തായാലും ബജറ്റ് ഡേയിലുള്ളൊരു മൂവ്മെൻ്റ് അല്ല. വരും ദിവസങ്ങളിൽ ബജറ്റ് ഒരു പോസിറ്റീവായിരിക്കുന്ന ബജറ്റ് എന്ന കാര്യത്തിൽ അതിൽ എനിക്ക് സംശയമില്ല. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഒരു 26,991 എന്നുള്ളൊരു ടാർഗറ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ഈ ഒരു ലെവലിലേക്ക് പറയുന്നത് ഓവർ എ പീരീഡ്, അതായത് ഒരു പക്ഷേ ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം എടുത്തായിരിക്കും ഒരു വർഷം മൂവ് ചെയ്യുന്നത്. പക്ഷേ ആ ലെവലിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ അതിൻ്റെ ബേസ്, ഞാനിത് പറഞ്ഞതിൻ്റെ ബേസിൽ ആരും ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലൊന്നും പൊസിഷൻ എടുക്കരുതെന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് പറയുകയാണ്. പലപ്പോഴും ഞാനൊരു ലെവൽ പറയുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുള്ള ഓപ്ഷനിൽ പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് പലരുടെയും മെസ്സേജുകളൊക്കെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസിന് ഞാൻ പറയുന്ന ലെവൽസിൻ്റെ ബേസ് ചെയ്ത് ഒരിക്കലും പൊസിഷൻസ് എടുക്കരുത്. കാരണം ഓപ്ഷൻസിന് ഒരു മാസവും നമ്മളിപ്പോൾ ഈ മാസത്തിലാണ് പൊസിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫെബ്രുവരി മന്തിൽ ഓപ്ഷനിലാണ് പൊസിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 26,000 പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 26,000-ൽ 25,950 നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ കോൾ ഓപ്ഷൻ 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസിലോ ഫ്യൂച്ചേഴ്സിലോ ഒന്നും പൊസിഷൻ എടുക്കരുത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ്റെ കൃത്യമായിട്ടൊരു വ്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 26,991 എന്നുള്ള ലെവലിലേക്ക് ബഡ്ജറ്റിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കൺസോളിഡേറ്റ് ചെയ്ത് 272 പോയിൻറ്റ്സോടെ ഉയർന്ന് 25,320 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു കഴിഞ്ഞ ലൈഫ് ടൈം ഹൈ ആയിരുന്ന 26,373 ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു ജനുവരി മന്തിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ 732 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 82,269 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഒരു 1,286 പോയിൻറ്റ് കൂടെ ആഡ് ചെയ്ത് 58,432 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് 526 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 16,879 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡ്യൂറിങ് കമോഡിറ്റി റാലീസ് ട്രിം മെറ്റൽസ് ആൻഡ് റൊട്ടേറ്റ് ഇൻ ടു സ്റ്റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ തംബ്നെയിൽ ഹെഡർ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കമോഡിറ്റീസ് വലിയ ഹ്യൂജ് റാലി നടത്തി കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേഷനാണ് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായി എന്നുള്ളതും, അവിടെ നിന്ന് ഇക്വിറ്റിയിലേക്ക് സ്റ്റോക്കുകളിലേക്ക് ആ സമയത്ത് പലപ്പോഴും സ്റ്റോക്കുകൾ വളരെ ബീറ്റ് ആൻഡ് ഡൗൺ ലെവൽസിലായിരിക്കും. അപ്പോൾ ആ ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകളിലേക്ക് മാറേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായത് US ഫെഡറൽ റിസർവ് ചെയർ പുതിയൊരു ആളെ ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്യുന്നത് കെവിൻ വാർഷ് എന്നുള്ള ആ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും ഇൻട്രസ്റ്റ് റേറ്റുകൾ അവിടെ കട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗോൾഡും സിൽവറും ഒക്കെ വലിയ രീതിയിലൊരു ക്രാഷ് കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയത്. എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ US-ൻ്റെ ഭാഗത്തു നിന്നും കുറേയധികം ഇതിൽ കമോഡിറ്റീസിലൊക്കെ വലിയ രീതിയിലുള്ള അവർ ഗെയിം പ്ലാൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഗോൾഡെല്ലാം റാലി ചെയ്യാൻ കാരണം ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകൾ US അയക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് വന്നപ്പോഴാണ് ഈ ഗോൾഡും സിൽവറൊക്കെ ഇതുപോലെ ക്രാഷ് ചെയ്തതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ട്രംപിൻ്റെ പുതിയൊരു ട്വീറ്റായിരുന്നു കെവിൻ വാർഷിനെ പുതിയ ഫെഡറൽ റിസർവിൻ്റെ ചെയർപേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമെന്നുള്ള ഒരു ട്വീറ്റ്. അതിനെ തുടർന്നാണ് ഈ കമോഡിറ്റീസ് എല്ലാം ക്രാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് US പ്രസിഡൻറ്റിൻ്റെ അവരുടെ ബിസിനസ് ഗ്രൂപ്പ് ബേസിക്കലി ഗ്ലോബലി തന്നെ ഗോൾഡിലും സിൽവറിലും എല്ലാം ലോങ് പൊസിഷൻസ് ഈ യുദ്ധത്തിൻ്റെ ഭീതി ഉണ്ടാക്കുന്നതിന് മുമ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം ആ ഹയർ ലെവൽസിൽ അവരതിനെ ലിക്വിഡേറ്റ് ചെയ്തത് പുതിയ ഒരു ചെയർപേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യും എന്നുള്ളൊരു രീതി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഒറ്റ ദിവസത്തിൽ ആ ഗോൾഡിൻ്റെ ക്രാഷും ഗോൾഡും സിൽവർ ഇതുപോലെ ക്രാഷ് ചെയ്തപ്പോൾ സിൽവർ ഈവൻ 30% ഒരു ദിവസം ക്രാഷ് ചെയ്തതില്ല. ഗോൾഡും ഓൾമോസ്റ്റ് 10% ക്രാഷ് ചെയ്തപ്പോൾ
$3.4 ട്രില്യൺ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ലിക്വിഡേഷൻ, സിൽവറും ഗോൾഡിലും കൂടെ ലിക്വിഡേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഓപ്പറേഷൻസ് ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ഇനി എന്താണ് ഗോൾഡിലും സിൽവറിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ചപ്പോഴും സിൽവർ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു മെറ്റലാണെന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുകയുണ്ടായി. കാരണം ഈവൻ 200% ഒക്കെ കഴിഞ്ഞ വർഷം റാലി ചെയ്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഒരു മെറ്റൽ ആയതുകൊണ്ടും, അതേസമയം ഗോൾഡിൻ്റെ ഒരു സേഫ് ഹെവൻ അസറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാ സെൻട്രൽ ബാങ്ക്സും ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് US ഡോളറിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ച് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക്കായിട്ടുള്ള കാര്യം അറിയാം. നമുക്കറിയാം സെൻട്രൽ ബാങ്ക്സ് എല്ലാം വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ബാങ്കുകളാണ് ഒരേ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്സ് അല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്കിനെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. റിസർവ് ബാങ്ക് വളരെ കൺസർവേറ്റീവായിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ അവരും ഗോൾഡ് പലപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് അവരൊരിക്കലും വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗോൾഡ് ഈവൻ ഇപ്പോൾ ഈ കറക്ഷൻ വന്നിട്ടുള്ളതിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് 2026 ഗോൾഡിൻ്റെ ഗോൾഡ് ഒരു ഇൻ്റർനാഷണൽ ഔൺസ് പെർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 6400 റേറ്റിലേക്ക് 2026 തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇതുപോലെയുള്ള വളാറ്റിലിറ്റീസ് ഉണ്ടായിരിക്കാം. എന്തായാലും ഡൊണാൾഡ് ട്രംപ് US പ്രസിഡൻ്റായിരിക്കുന്നിടത്തോളം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അദ്ദേഹം ഇനി എവിടെയെങ്കിലുമൊക്കെ യുദ്ധത്തിനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വീണ്ടും മാർക്കറ്റിന് വളാറ്റിലിറ്റി കൊണ്ടുവരാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മാർക്കറ്റുകളിലെ വൊളാറ്റിലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അതിൽ സിൽവറിനെ വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ഗോൾഡിൻ്റെ കേസിൽ നമുക്ക് ഫിസിക്കലി ഗോൾഡ് വാങ്ങൽ അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ETF റൂട്ടിലൂടെ ഗോൾഡിലേക്ക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാം. പക്ഷേ സിൽവറിൽ എക്സ്ട്രീംലി കോഷ്യസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിലും നമുക്കൊരു പക്ഷേ നമുക്കൊരു സാമ്പിളായിട്ട് കുറച്ച് എമൗണ്ടൊക്കെ ഒരു 10 lakhs കൂടാത്തൊരു എമൗണ്ടൊക്കെ സിൽവറിൽ ട്രൈ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പലരും കുറേയധികം പ്രോഫിറ്റിലാണ് മെറ്റൽസിൻ്റെ ട്രേഡിങ്ങിലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 lakhsനൊക്കെ സിൽവർ വാങ്ങി കീപ്പ് ചെയ്യാം ഇതുപോലെയുള്ള കറക്ഷൻസ് ലഭിക്കുമ്പോൾ. പക്ഷേ ഗോൾഡിൻ്റെ കേസിൽ ഈ ഒരു വൊളാറ്റിലിറ്റി കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് റിക്കവറി ചെയ്ത് മുകളിലേക്ക് വന്നൊരു $6400 പെർ ഔൺസ് ഈ 2026 എന്നുള്ള വർഷത്തിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ളൊരു കറക്ഷൻ്റെ സമയത്ത് വീണ്ടും കുറേയധികം ബൈയിങ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പെട്ടെന്ന് നടക്കണ ഒരു കാര്യങ്ങളാവണമെന്നില്ല. ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ തിരിച്ച് ഗോൾഡ് മുകളിലേക്ക് മൂവ് ചെയ്തേക്കാം. അതേസമയം നമ്മൾക്ക് വീണ്ടും ഈ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിലും ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതിൽ പൊസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി കമോഡിറ്റിയുടെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നവർ MCXലൊക്കെ പൊസിഷൻസ് എടുക്കുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ഈവൻ ഒരു 10% അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് 10% 20% ഒക്കെ ഒരു ദിവസം ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലോവർ സർക്യൂട്ടിലൊക്കെ ആ പ്രോഡക്റ്റ് പോവുകയാണെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോലും കുടുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് കമോഡിറ്റിയിൽ ചെയ്യുന്നവർക്ക് ഇത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയമാണ് എന്ന് മാത്രമല്ല ഒരു പക്ഷേ നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ വെൽത്ത് പോലും ഈ ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ ETF-ലൂടെയൊക്കെ ഗോൾഡ് ഒരു കറക്ഷൻസിൽ അക്യുമുലേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അടുത്തൊരു വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു വ്യൂ ഉള്ളവർക്ക് അങ്ങനെ ഇതുപോലെ ഹോൾഡ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഗോൾഡ് തീർച്ചയായിട്ടും. അതേസമയം നമ്മൾ ഇപ്പോൾ കാണുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. നോക്കൂ, കഴിഞ്ഞ വീക്കിൽ ഗോൾഡ് ഒരു $5,500 പെർ ഔൺസിന് മുകളിലേക്ക് പോയ ഗോൾഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് $4,890 ആണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10% കറക്ഷൻ ഹൈ ലെവലിൽ നിന്ന് ഗോൾഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്.
ആ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു പക്ഷേ ഗോൾഡ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം, എസ്പെഷ്യലി കഴിഞ്ഞ ഫ്രൈഡേയിലായതുകൊണ്ട് തന്നെ ഫ്രൈഡേയ്സിൽ വലിയ റാലിക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗ്ലോബലി കമോഡിറ്റി മാർക്കറ്റ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ഗോൾഡിൻ്റെ കേസിൽ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയിലെ സെൽ ഓഫിന് വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു സെൽ ഓഫ് ആയിട്ട് കാണുന്നില്ല. കാരണം വലിയ റാലി നമ്മൾ കണ്ടതാണ്. കാരണം $5,000 മുകളിലേക്ക് വന്നപ്പോൾ പല സ്റ്റോപ്പ് ലോസുകളൊക്കെ ട്രിഗർ ചെയ്തിട്ടൊക്കെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റൊക്കെ മുകളിലേക്ക് പോയപ്പോൾ അങ്ങനെ ഒരു റാലി പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു റിയാക്ഷനായിട്ട് കണ്ടാൽ മതി ഇതുപോലെയുള്ളൊരു 4,900 ലെവലിലേക്കൊക്കെ ഒരു കറക്ഷൻ. ഇവിടെ നിന്ന് ഗോൾഡ് വീണ്ടും തിരിച്ചു മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതിൽ ട്രേഡിംഗ് എന്നുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ളിടത്ത് ട്രേഡ് ചെയ്യുന്നവർ വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. പക്ഷേ ETF സ്ലോ ആയിട്ട് ക്വാണ്ടിറ്റി വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഒരു $6,400 പെർ ഔൺസ് എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഗോൾഡ് ETF അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് 2026 നമുക്ക് വേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സൈൻ ചെയ്ത ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് എഗ്രിമെൻറ്റ് FTA ആക്ച്വലി ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാവുന്ന ഒരു സെക്ടർ ജെം ആൻഡ് ജ്വല്ലറി സെക്ടറാണ്. നമുക്കതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം US-ൻ്റെ 50% താരിഫ് വന്നതിന് ശേഷം, അതുപോലെ തന്നെ ഈ ഗോൾഡിൻ്റെ എല്ലാം പ്രൈസിൽ വലിയ റാലി വന്നതിന് ശേഷം ഈ ഇൻഡസ്ട്രി ഒരു സ്ട്രഗ്ലിംഗ് ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഇതിൻ്റെ യുവിൻ്റെ ഡീല് വരുന്നവരോട് ഒരു 4% വന്നിരുന്ന ഒരു താരിഫ് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ജെം ആൻഡ് ജ്വല്ലറി പ്രോഡക്ട്സിലുള്ള 4% താരിഫ് ഇല്ലാതാവുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ഓൾമോസ്റ്റ് ഒരു 27 മെമ്പർ കൺട്രീസാണ് EUവിലുള്ളത്. ഇതുപോലെ അവിടെ നല്ലൊരു ബൈയിങ് പവറുള്ള ഒരു പോപ്പുലേഷനുള്ള ഈ 27 കൺട്രീസിലേക്ക് നമുക്ക് ആക്സസ് ലഭിക്കുന്നത് ഇവിടുത്തെ ജെം ആൻഡ് ജ്വല്ലറി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിറ്റാണ്. അത് തന്നെയാണ് ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂറോപ്പിലേക്ക് വരുന്ന ഈ ഒരു ആക്സസ് നമുക്ക് US-ലെ ഈ 50% താരിഫ് എന്നുള്ള ആ ഒരു ത്രെട്ടിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ സെക്ടറിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെം ആൻഡ് ജ്വല്ലറി സെക്ടർ ഇനി വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ നാളെ വരുന്ന ബഡ്ജറ്റിലും കുറേയധികം ഈ ഒരു സെക്ടറിന് കുറേ കൂടെ ഈ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും അതേസമയം US-ൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഡിസിഷൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട്സ് കുറേയധികം വന്നു കഴിഞ്ഞു. അതിൽ റിസൾട്ട്സ് വന്നിട്ടുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു 3 കമ്പനിയെ ഞാൻ സെലക്ട് ചെയ്തതിനെ കുറിച്ചൊന്നും സംസാരിക്കാം. അതുപോലെ നോക്കുകയാണെങ്കിൽ റെയ്മണ്ട് റിയാലിറ്റി എന്നുള്ള കമ്പനിയുടെ ആ സ്റ്റോക്ക് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 67 ക്രോർസിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഒരു 2131% ഇയർ ഓൺ ഇയർ ഇൻക്രീസാണ് ഈ റെയ്മണ്ട് റിയാലിറ്റി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. റെയ്മണ്ട് റിയാലിറ്റിയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. റെയ്മണ്ട് റിയാലിറ്റി കമ്പനി സ്പ്ലിറ്റ് ആയതിനു ശേഷം ഒരു കറക്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തിലെ റിസൾട്ടിന് ശേഷം ഫ്രൈഡേയിൽ ഒരു 18.3% ഉയർന്നാണ് 506-ൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റെയ്മണ്ട് റിയാലിറ്റി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട വളരെ നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ ഈ ക്വാർട്ടറിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിൽ വളരെ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്തൊരു കമ്പനിയാണ് ഇൻഫോ എഡ്ജ് എന്നുള്ള കമ്പനി. ആ കമ്പനി റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു 316 ക്രോർസിൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്ത്. അത് ഒരു ഓൾമോസ്റ്റ് 1260% ഇയർ ഓൺ ഇയർ ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഫോ എഡ്ജ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു നൗക്കരി എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1249 ലെവലിലാണ്. വരും ദിവസങ്ങളിൽ ഞാൻ ഇൻഫോ എഡ്ജ് വളരെ നല്ല രീതിയിൽ ഒരു റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് RBL ബാങ്കിൻ്റെ ഈ ഡിസംബർ ക്വാർട്ടറിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു 228 ക്രോർസിൻ്റെ
നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതൊരു 381.7% ഇയർ ഓൺ ഇയർ ഇൻക്രീസാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് RBL ബാങ്കിൻ്റെ ചാർട്ടാണ്. 298 RBL ബാങ്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. RBL ബാങ്കും വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് TMCV എന്ന് പറയുന്ന കമ്പനി ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ Q3 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു 3% താഴ്ന്നാണ് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തത്. നമുക്ക് സെയിൽസ് 20% ഉയർന്ന് 20,404 crores-ലേക്കും നെറ്റ് പ്രോഫിറ്റ് 32% ഉയർന്ന് 561 crores-ലേക്കുമാണ് ടാറ്റ മോട്ടോഴ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഫേം സ്റ്റോക്കിന് ഒരു 20% അപ്വേർഡ് ടാർഗറ്റ്, അതായത് 550 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടാറ്റ മോട്ടോഴ്സ് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതെന്തായാലും ഈ വരും ദിവസങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ചാർട്ട് നമുക്ക് കാണാം. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസത്തിലെ റിസൾട്ടിന് ശേഷം ഒരു ചെറിയ കറക്ഷന് ശേഷം 458 ലെവലിൽ കറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഞാൻ ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 550 ലെവലിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഒരു ബജറ്റോടനുബന്ധിച്ച് നമുക്ക് വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകളുടെ പേര് നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്, അതുപോലെ കെയ്ൻസ്, ആംബർ, സിർമ, അതുപോലെ ഇങ്ങനെയുള്ള EMS സെക്ടറിൽ നിന്നുള്ള ഷെയർസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സ്റ്റോക്കുകളെ എല്ലാം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്തായാലും നമുക്ക് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ കമ്പനികളെല്ലാം ബജറ്റിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റ് കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബജറ്റിനോടനുബന്ധിച്ച് മൂവ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് UPL എന്നുള്ള സ്റ്റോക്ക്, അതുപോലെ ശാരദ കോർപ്പ് കെമിക്കൽ, മാക്സ് ഹെൽത്ത് കെയർ, കിംസ്, ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ, അശോക് ലൈലൻഡ്, അതുപോലെ മയൂർ യൂണിക്കോട്ടേഴ്സ്, അതുപോലെ സോളാർ ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ്, TD പവർ, JK സിമൻറ്റ്, ബിർള കോർപ്പറേഷൻ, PG ഇലക്ട്രോപ്ലാസ്, പോളിക്യാബ്, V-Mart, GCPL, മിസ്സസ് ബെക്ടർ ഫുഡ്, ഈ കമ്പനികളൊക്കെ വരും ദിവസങ്ങളിൽ നാളത്തെ ബജറ്റിന് ശേഷം അപ്വേർഡ് മൂവ്മെൻറ്റ് ലഭിക്കാവുന്ന സ്റ്റോക്കുകളായിട്ട് തന്നെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന് നമുക്കറിയാം GSTയിലെല്ലാം കട്ട് നൽകിയതിന് ശേഷം പോളിസീസിലുള്ള GST ഒക്കെ എടുത്ത് കളഞ്ഞതിനൊക്കെ ശേഷം ഇൻഷുറൻസ് സെക്ടർ വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് HDFC ലൈഫും SBI ലൈഫും അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ ലൈഫും നമുക്ക് അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും എല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ അക്യൂട്ടാസ് കെമിക്കൽസ് എന്നുള്ള ഈ കമ്പനി സെയിൽസിൽ ഒരു 43% ഇൻക്രീസോടുകൂടി 393 crores-ഉം, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 140% ഉയർന്ന് 106 crores-ൻ്റെയും നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ കാനറ ബാങ്ക് സെയിൽസിൽ 1% ഉയർന്ന് 30,938 crores-ഉം, നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 5,174 crores-ൻ്റെയാണ് ഡിക്ലെയർ ചെയ്തത്. ഡിക്സൺ ടെക്നോളജീസ് സെയിൽസ് 2% ഉയർന്ന് 10,672 crores-ഉം, നെറ്റ് പ്രോഫിറ്റ് 68% ഉയർന്ന് 321 crores-ൻ്റെയും. അതുപോലെ ITC ലിമിറ്റഡ് സെയിൽസ് 7% ഉയർന്ന് 20,047 crores-ഉം, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 5,018 crores-ൻ്റെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മണപ്പുറം ഫിനാൻസ് സെയിൽസ് 8% കുറഞ്ഞ് 2,353 crores-ഉം, നെറ്റ് പ്രോഫിറ്റ് 15% കുറഞ്ഞ് 239 crores-ഉമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മാരുതി സുസുക്കിയുടെ സെയിൽസ് 29% ഉയർന്ന് 49,904 crores-ലേക്കും, നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 3,879 crores-ൻ്റെ പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ സ്കിപ്പർ ലിമിറ്റഡ് എന്നുള്ള കമ്പനി സെയിൽസ് 21% ഉയർന്ന് 1,371 crores-ഉം, നെറ്റ് പ്രോഫിറ്റ് 40% ഉയർന്ന് 50.2 crores-ഉമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്വിഗ്ഗി ലിമിറ്റഡ് സെയിൽസ് 54% ഉയർന്ന് 6,148 എത്തിക്കും, നെറ്റ് പ്രോഫിറ്റ് 31% കുറഞ്ഞ് 1,065 crores-ൻ്റെ ലോസാണ് സ്വിഗ്ഗി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ
സിർമ SGS ടെക്നോളജി സെയിൽസ് 45% ഉയർന്ന് 1264 ക്രോർസിലേക്ക്, നെറ്റ് പ്രോഫിറ്റ് 109 ക്രോർസ് ഉയർന്ന് 110ലേക്കും വന്നിട്ടുണ്ട്. വേദാന്ത ലിമിറ്റഡും സെയിൽസ് 37% ഉയർന്ന് 23,369 ക്രോർസിലേക്കും, നെറ്റ് പ്രോഫിറ്റ് 96% ഉയർന്ന് 7,807 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിസൾട്ട്സ് നമ്മൾ വന്നത് നമ്മളൊന്ന് ഓവർവ്യൂ ചെയ്തത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികളുടെ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് വാങ്ങുകയാണെങ്കിൽ ഡിവിഡൻഡ് ലഭിക്കാനായിട്ട് വാങ്ങേണ്ട കമ്പനികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് പലർക്കും ഉപകാരപ്പെട്ടു എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് മുമ്പ് സ്റ്റോക്ക് വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്നാലാണ് നമ്മൾ ആ ഡിവിഡൻഡിന് എലിജിബിൾ ആകുക. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വാങ്ങിയതിന് ശേഷം ഒരു മാസത്തിനുള്ള പൈസ ലഭിച്ചതിന് ശേഷം ഇത് വിൽക്കുകയാണെങ്കിൽ, ഒരു മാസം പോലും നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഡിവിഡൻഡ്, ഒരു വർഷത്തേക്കുള്ള ഡിവിഡൻഡ് നമുക്ക് ലഭിക്കാനുള്ള ഒരവസരമാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് പണം നേടാനുള്ള അവസരമാണ് അത്. ആ ഒരു അവസരം നമ്മൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം പൈസ ഒരു വർഷത്തിൽ നമുക്ക് നേടാനും സാധിക്കും. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ റെക്കോർഡ് ഡേറ്റ്, ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്ന കമ്പനികൾ BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്നുള്ള BPCLൻ്റെ എക്സ് ഡേറ്റ് ആവുന്നത് February 2 അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വാങ്ങിയാൽ നമ്മൾ എലിജിബിൾ ആയിരിക്കും. എന്തായാലും ഡിവിഡൻഡ് BPCL ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 10 rupees പെർ ഷെയർ ആണ്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് February 3 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഡേറ്റ് 3 rupees 50 ആണ് കമ്പനിയുടെ ഒരു ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ February 3 മുമ്പ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡിവിഡൻഡ് നമ്മൾ എലിജിബിൾ ആകും. ITC അതുപോലെ തന്നെ February 4 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് ഇൻ്റർനെറ്റ് ഡിവിഡൻഡ് ആയിട്ടുള്ള 6 rupees 50 നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് ITC വാങ്ങിയാൽ നമുക്ക് ലഭിക്കും. അതുപോലെ ഡോക്ടർ ലാൽപത്ത് ലാബ്സ് എന്ന കമ്പനി February 5 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. 3 rupees 50 ആണ് ഡോക്ടർ ലാൽപത്ത് ലാബ്സിൻ്റെ ഡിവിഡൻഡായിട്ട് നമുക്ക് ലഭിക്കുക. NTPC ആണ് മറ്റൊരു കമ്പനി. February 6 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഡിവിഡൻഡ് 2 rupees 75 ആണ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എമൗണ്ടും. നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു കാര്യം, നമ്മൾ തിങ്ക് ലൈക്ക് എൻ ഓണർ, ബി പേഷ്യൻറ്റ് ആൻഡ് ക്രിയേറ്റ് വെൽത്ത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്നുള്ളൊരു തീമാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഈ ഒരു നമ്മൾ ഓവർ എ പീരിയഡ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പീരിയഡിൽ പല സ്പീഡിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമ്മൾ കോവിഡിന് ശേഷം ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വളരെ സ്പീഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതിനു മുമ്പ് ഒരു വലിയൊരു കറക്ഷൻ കണ്ടു. അതിനുശേഷം വലിയ സ്പീഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം 2025 നോക്കുകയാണെങ്കിൽ വളരെ സ്പീഡ് കുറഞ്ഞ് ഫസ്റ്റ് ഗിയറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പല മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ ഒരു പീരീഡിലൊക്കെ നമ്മൾ പറയുന്ന ഒരു ബേസിക് കാര്യം, ആ കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ എങ്ങനെയാണ് ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്, അതേ മൈൻഡ് സെറ്റിൽ നമ്മൾ ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതേസമയം നമ്മൾ ബേസിക്കലി നമ്മൾ ആ കമ്പനിയുടെ സെയിൽസിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയുടെ ഗ്രോത്തൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ആ കമ്പനിക്ക് ബിസിനസ് നല്ല രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പീരിയഡ് നമ്മൾ സ്റ്റോക്കിൻ്റെ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് അല്ല നമ്മുടെ ഡിസിഷൻസിനെ തീരുമാനിക്കുന്നത്. കമ്പനി വളരെ നല്ല രീതിയിൽ ഒരു ബിസിനസ് മോഡലുള്ള കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രൈസിന് അൾട്ടിമേറ്റ്ലി മുകളിലേക്ക് വന്നേ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൂഡിനനുസരിച്ച് ഒരു പക്ഷേ പ്രൈസ് റിയാക്ട് ചെയ്യുമ്പോൾ ആ പ്രൈസ് ഒരു പ്രൈസ് ആവില്ല കമ്പനിയുടെ റിയൽ വാല്യൂ അല്ലേ. അപ്പോൾ ആ റിയൽ വാല്യൂയിലേക്ക് ആ കമ്പനി വന്നേ പറ്റൂ. ഒരു പക്ഷേ ഒരു മാർക്കറ്റിൻ്റെ മൂഡിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ലഭിക്കുമ്പോൾ അത് വരും. അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ കൂടെ നമ്മൾ ആ ഒരു മോശം പീരിയഡിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് പലരും ഫെയിലിയർ ആകുന്നത്. കാരണം വലിയ നമ്മളൊരു സൈക്കോളജിക്കലി ബീറ്റൺ ഡൗൺ ആകുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ നമുക്കറിയാം പലരും
മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു 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 പലരുടെയും ഒരു മാനസികാവസ്ഥയാണ് മാർക്കറ്റിൽ നിന്ന് മടുത്ത് എല്ലാ സ്റ്റോക്കുകളും എക്സിറ്റ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ. അത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു മാസമൊക്കെ ആയിട്ട് അത് കൂടുതൽ വളരെ സിവിയറായിട്ട് കാണാൻ സാധിക്കും. അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു ബോട്ടമായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു മാർക്കറ്റിൻ്റെ പീക്കിൽ പലരും വന്ന് വാങ്ങുന്നത് കാണാം. അപ്പോൾ നമുക്കറിയാം ഒരു മാർക്കറ്റിൽ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്യാത്ത പലരും റിസ്ക് ആണെന്ന് പറഞ്ഞ് മാറി നിന്നവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു മാർക്കറ്റിൻ്റെ ഒരു പീക്ക് സിറ്റുവേഷൻ ആയി എന്നുള്ളത്. അതുപോലെ തന്നെ പലരും പേഷ്യൻസ് നശിച്ച് സ്റ്റോക്കുകൾ വിറ്റ് മാറുന്ന ഒരു സമയത്തായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ളൊരു ഒരു ടൈമായി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആ ഒരു ഏറ്റവും ലോവർ ലെവലിലായിരിക്കും നമ്മളൊരു സ്റ്റോക്കിൽ പാനിക്കായിട്ട് വിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും സ്റ്റോക്ക് തിരിഞ്ഞ് മുകളിലേക്ക് കയറുന്നു. ഇന്നും എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അദാനി ഗ്രീൻ എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം അവരാ വിറ്റതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ആ സ്റ്റോക്ക് പിന്നെ ഉയർന്ന് പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. അത് പാനിക്കായിട്ട് നമ്മൾ വിൽക്കുക. ഇനിയും വരുന്ന ലോസിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളൊരു പാനിക് ഡിസിഷൻ എടുക്കുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ അദാനി ഗ്രീൻ എന്നുള്ള കമ്പനി വിൽക്കുന്നതിന് മുമ്പ് അവർ അതിനെക്കുറിച്ച് അതൊരു ലേഡി ക്ലയൻ്റാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആ സമയത്ത് ഈ അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണെന്നുള്ളതും അവർക്കറിയാം ആ കമ്പനിയെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസത്തിൽ യൂസ് ചെയ്യുന്നൊരു അവർക്കൊരു നോട്ടീസ് വന്നു എന്നുള്ളതിൻ്റെ പേരിൽ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കുറേയധികം പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസും ഉണ്ട്. ഇന്ത്യയും US തമ്മിലൊക്കെ ഉള്ള ഇപ്പോൾ നടക്കുന്ന ഈ കുറേയധികം പൊളിറ്റിക്കൽ സിറ്റുവേഷൻസൊക്കെ ഇഷ്യൂസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അദാനി ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. നമ്മൾ ഇപ്പോൾ അദാനി ഗ്രൂപ്പിൽ റിസ്ക്കുകളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങണ്ടാന്ന് തീരുമാനിക്കും. പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മളതിനെ വലിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ ലോവർ ലെവലിൽ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കണം ഈ കമ്പനി വളരെ സോളിഡാണ്, കമ്പനിക്ക് നല്ല ഗ്രൂപ്പാണ്. ഇതുപോലെയുള്ളൊരു നോട്ടീസ് പല കമ്പനികൾക്കും ലീഗലായിട്ടോ അല്ലെങ്കിൽ പല നോട്ടീസുകളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അതിനോടൊക്കെ നമ്മൾ നീജർക്ക് റിയാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലോവർ ലെവലിൽ ലോസിൽ വിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രൊമോട്ടറെ പോലെ തന്നെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ വളരെ പേഷ്യൻ്റായിട്ട് നമ്മൾ നിൽക്കുക. പക്ഷേ നമുക്ക് അൺനെസസറി റിസ്കുകൾ നമ്മൾ എടുക്കാതിരിക്കുക. നമുക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ സിൽവറിൽ നമ്മൾ വളരെ സാമ്പിളായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നമ്മളിപ്പോഴും പറയുന്നതാണ് ഈ ETF ഫ്രൂട്ടിലൂടെ ചെയ്യുകയാണെങ്കിൽ പോലും. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ 27% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 23% ഉയർന്നും, ഡാറ്റ പാറ്റേൺസ് 22% ഉയർന്നും, GTNT 19% ഉയർന്നും, ABB 18% ഉയർന്നും, ഓയിൽ ഇന്ത്യ 17% ഉയർന്നും, സീമെൻസ് എനർജി 17% ഉയർന്നും, സിർമ SGS ടെക്നോളജി 14% ഉയർന്നും, ഹിറ്റാച്ചി എനർജി 14% ഉയർന്നും, സ്നൈഡർ ഇലക്ട്രിക് 14% ഉയർന്നും, അബാർ ഇൻഡസ്ട്രീസ് 13% ഉയർന്നും, മാംഗ്ലൂർ റിഫൈനറി 13% ഉയർന്നും, കരൂർ വൈശ്യ ബാങ്ക് 13% ഉയർന്നും, ആക്മെ സോളാർ ഹോൾഡിങ്സ് 13% ഉയർന്നും, ട്രിവേണി എഞ്ചിനീയറിംഗ് 13% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 730.8 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,398.1 crore ബയേഴ്സും ആയിരുന്നു. എന്തായാലും നമുക്ക് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിംഗ് കുറഞ്ഞു വരുന്നത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് കാണാം. അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 23rd ജാനുവരിയിൽ ക്ലോസ് ചെയ്തതിന് 25,048 27th 26 ഹോളിഡേ ആയിരുന്നു. 27th 126 പോയിൻറ്റ്സ് ഉയർന്നും, 28th 167 പോയിൻറ്റ്സ് ഉയർന്നും,
29th 76 പോയിൻറ്റ്സ് ഉയർന്നും 30th 98 പോയിൻറ്റ്സ് താഴ്ന്നും നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്ത് ടോട്ടൽ ഒരു 272 പോയിൻറ്റ്സ് ഉയർന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. ജനുവരി മന്തിലെ ട്രേഡിംഗ് ഡേയ്സ് നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ജനുവരി മാസം 808 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും 2026 ഫസ്റ്റ് മാസം 808 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ വർക്കിംഗ് ഡേ ആണ് വരുന്നത്, പക്ഷേ അത് ഫെബ്രുവരി മന്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമ്മൾ മേജർ DMAs മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 25,199 ആ ലെവലിൽ നിന്നുള്ള ഒരു റീബൗണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും 200 DMAയുടെ സപ്പോർട്ട് ഈ ലെവലിൽ നിന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് ബജറ്റിന് ശേഷം മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ട് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. 100 DMA വരുന്നത് 25,624 20 DMA വരുന്നത് 25,652 50 DMA വരുന്നത് 25,875 അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിന്റ് വരുന്നത് 25,237 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,541 26,067 26,991 27,609 എന്നീ ലെവൽസാണ്. അതേസമയം 25,237 താഴെ സപ്പോർട്ട് 24,711 24,490 24,084 23,559 23,249 22,835 എന്നീ ലെവൽസ് ആയിരിക്കും. എന്തായാലും നിഫ്റ്റിയുടെ ഈ ബജറ്റിന് ശേഷം അടുത്തൊരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലേക്കുള്ള ഒരു ടാർഗറ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ 26,991 എന്നുള്ള ലെവലിലേക്കുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ അടുത്ത ആഴ്ചയിലേക്ക് ഒരു നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,228 ലോവർ റേഞ്ച് 24,084 ആണ്. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 25,237 ആയിരിക്കും. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് V-Guard ആണ്. V-Guard കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 351 ലെവലിലാണ്. ആ ലെവലിന് മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 388 ലെവലാണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഹിൻഡാൽക്കോ ആണ്. ഹിൻഡാൽക്കോ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 962 ആണ്. ഈ ലെവലിന് മുകളിൽ ഹിൻഡാൽക്കോയുടെ അടുത്ത റെസിസ്റ്റൻസ് 1058 ആണ്. അതുപോലെ അടുത്ത ആഴ്ചയിലേക്കുള്ള ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ സ്റ്റോക്കുകൾ കരൂർ വൈശ്യ ബാങ്ക്, കോൾ ഇന്ത്യ, മുത്തൂറ്റ് ഫിനാൻസ്, സിറ്റി യൂണിയൻ ബാങ്ക്, അതുപോലെ ONGC എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്വേർഡ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.